എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 16 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2027 നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി സെൽഫ് എനുമറേഷൻ നാളെ ജൂൺ 16 മുതൽ ആരംഭിക്കും. സെൻസസ് പോർട്ടലിൽ നാളെ മുതൽ 15 ദിവസം കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചേർക്കാവുന്നതാണ്. വീടുകളിലെത്തി കണക്കെടുപ്പ് ജൂലൈ 1 മുതൽ 30 വരെയാണ്. എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ വിവരങ്ങളാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി കൈമാറേണ്ടത്. സ്വാതന്ത്ര്യ ലഭ്യതയ്ക്ക് ശേഷം നടക്കുന്ന 8ാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് നാളെ കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡിജിറ്റൽ സംവിധാനം വഴി വിവരങ്ങൾ ചേർക്കാൻ അവസരം ലഭിക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി വിവരങ്ങൾ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് പഴയതുപോലെ എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുമ്പോൾ വിവരങ്ങൾ കൈമാറാം. അടഞ്ഞുകിടക്കുന്ന വീടുകളുടെയും പ്രവാസികളുടെയും വിവരങ്ങൾ ജനസംഖ്യാ കണക്കെടുപ്പിൽ ഉൾപ്പെടില്ല. എവിടെയാണോ താമസം അവിടുത്തെ വിവരങ്ങളാണ് എന്യൂമറേറ്റർമാർ ശേഖരിക്കുക. സെൻസസ് വിവര ശേഖരങ്ങൾക്കായി 61,282 എന്യൂമറേറ്റർമാരെയും 10,189 സൂപ്പർവൈസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. എന്യൂമറേറ്റർമാരായ സ്കൂൾ കോളേജ് അധ്യാപകർക്ക് ഡ്യൂട്ടി ക്രമീകരണം നൽകിയുള്ള തീരുമാനം വൈകാതെ ഉണ്ടാകും. ഹലോ, നമസ്കാരം. നമ്മളെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വല്ല അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഇതുവരെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്താ ഫയൽ എന്താ പിടിച്ചു വെച്ചു, അങ്ങനെ ഇതൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞ ദേശാഭിമാനിയിൽ ഒരു വാർത്ത ഉണ്ട്. അത് എവിടെ പിടിച്ചു വെച്ചത്? ഫയല് ധനവകുപ്പ് ഫയല് പിടിച്ചു വെച്ചു. ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഓർഡർ വന്നാലേ ഇവിടുന്ന് ഫണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സംസ്ഥാനത്ത് ഇന്ന് ദേശാഭിമാനിയുടെ ഒരു കാർഡ് ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുകയും അത് വ്യാപകമായി ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തുന്നു എന്ന തരത്തിലാണ് വാർത്ത വന്നത്. 16,40,343 പേർക്ക് തുക അനുവദിക്കാനുള്ള ഫയൽ ധനവകുപ്പ് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നമ്മൾ ഇന്ന് സേവന പെൻഷൻ വിഭാഗത്തിൽ വിളിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്നത് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയായിരിക്കാം ഇത് എന്നാണ് കരുതുന്നത്. മറ്റ് മാധ്യമങ്ങളിലൊന്നും ഇത് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇത് നടപ്പിലാക്കിയത് ഭരണം തീരാൻ 2-3 മാസം ബാക്കി നിൽക്കെയാണ്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് 4 മാസങ്ങൾക്കപ്പുറം ഫെബ്രുവരി മാസത്തിൽ 2026 ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്തു തുടങ്ങുകയും മാർച്ചോടുകൂടി നിർത്തലാക്കുകയും ചെയ്തു. ഏപ്രിൽ മാസത്തിലും മെയ് 9 തീയതി വരെയും പിണറായി സർക്കാരിന്റെ ഭരണകാലമാണ്. ഈ സമയത്തൊന്നും സ്ത്രീ സുരക്ഷാ പെൻഷൻ 3ാം ഗഡുവോ 4ാം ഗഡുവോ വിതരണം ചെയ്തില്ല. ഏപ്രിൽ മാസത്തിൽ കുടിശ്ശികയാക്കിയത് പിണറായി സർക്കാരാണ്. കേവലം 300 കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് വേണ്ടത്. ക്ഷേമ പെൻഷൻ എല്ലാം ആ മാസം വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ തന്നെ വിതരണം ചെയ്തതാണ്. എന്നിട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതുതായി കൊണ്ടുവന്ന പദ്ധതി ആയിട്ട് പോലും വിതരണം ചെയ്തില്ല. കേവലം 300 കോടി രൂപ മാത്രം മതിയാകുന്ന പദ്ധതി വിതരണം ചെയ്യാതിരിക്കുമ്പോൾ ഖജനാവിൽ 5,200 കോടി രൂപ ബാക്കി വെച്ചു എന്ന് നമുക്ക് ധവളപത്രത്തിൽ നിന്നും വ്യക്തമാണ്. എന്നിട്ട് പോലും ഈ ഒരു പെൻഷൻ പദ്ധതി വിതരണം ചെയ്യാതെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. അതേ പാർട്ടിയുടെ പത്രത്തിൽ തന്നെയാണ് ഇന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ UDF സർക്കാർ നിർത്തുന്നു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നത്. ഇത് കണ്ട് പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളും വാർത്തകളും ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളെ സങ്കടപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാർത്തകളും ചെയ്യുന്നുണ്ട്. എന്നാൽ പദ്ധതി നിർത്തിയതായിട്ടുള്ള അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പദ്ധതിയുടെ തുക UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നൽകിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 18 തീയതി ആകുമ്പോഴേ 1 മാസം തികയുകയുള്ളൂ. ഇതിനു മുമ്പുണ്ടായിരുന്ന LDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പദ്ധതിയായിട്ട് പോലും 2 മാസം ഇത് വിതരണം ചെയ്യാതെ, അതായത് കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. പദ്ധതി ഇനി തുടരുകയാണ് എങ്കിൽ അത് UDF സർക്കാർ പുതുതായിട്ട് വീണ്ടും തുടങ്ങേണ്ടതുണ്ട്. അത് നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം. എന്തായാലും പദ്ധതി നിർത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറയാനാകില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിലും ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല.
സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് പുതിയ ഫണ്ട് വകയിരുത്തുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 19-ാം തീയതി വെള്ളിയാഴ്ച കഴിഞ്ഞാലേ ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സൂചന ലഭിക്കൂ. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പെൻഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ടിരുന്നു ആ ഒരു ഫോൺ കോളാണ് നിങ്ങൾ വീഡിയോയുടെ ആദ്യത്തിൽ കേട്ടത്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പദ്ധതി തുടരണം എന്ന് തന്നെയാണ് UDF സർക്കാരിനോട് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത്. UDF സർക്കാരിന്റെ ഇന്ദിര ഗ്യാരണ്ടികളിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിച്ചു. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും അതാത് സ്ഥലങ്ങളിലെ ജനപ്രതിനിധികൾ ചേർന്ന് ഉദ്ഘാടനവും നിർവഹിച്ചിട്ടുണ്ട്. KSRTCയുടെ ഓർഡിനറി വിഭാഗത്തിൽപ്പെടുന്ന 7 തരം ബസ്സുകളിൽ അതിൽ സൂപ്പർ ഫാസ്റ്റ് വരും, ടൗൺ ടു ടൗൺ ബസ് വരും. ഇവയിലെല്ലാം സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് ഇനി പറയുന്നത്. സൗജന്യമായിട്ട് യാത്ര ലഭിക്കുന്ന ഓർഡിനറി ബസ്സുകൾ അറിയാൻ പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്ന് ബസ്സിൽ സ്റ്റിക്കർ പതിച്ചിരിക്കും. സംസ്ഥാനത്ത് താമസിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും, അതായത് അന്യ സംസ്ഥാനത്തുള്ള സ്ത്രീകളാണ് എങ്കിൽ പോലും സൗജന്യ യാത്ര ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വുമണുകൾക്കും ഉണ്ട്. പക്ഷെ സ്ത്രീകളോടൊപ്പമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ 12 വയസ്സ് വരെ പകുതി ടിക്കറ്റ് എടുക്കണം. 12 വയസ്സിന് മുകളിലാണെങ്കിൽ ഫുൾ ടിക്കറ്റും എടുക്കണം. ലഗേജ് ട്രാൻസ്പോർട്ടിന് സ്ത്രീകൾക്ക് 15 കിലോമീറ്റർ വരെ സൗജന്യമായിരിക്കും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു യാത്രാ സൗകര്യം ഉള്ളത്. ഇവർക്കുള്ള സൗജന്യ യാത്ര തുടങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവുകളാണ് വരുന്നത്. ഇത് പദ്ധതി മുന്നോട്ട് പോകില്ല, നടപ്പിലാക്കാൻ കഴിയില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പറയുന്നത് ആണുങ്ങൾക്കില്ല, അല്ലെങ്കിൽ മുഴുവൻ ബസ്സുകളെയും ഇല്ല, ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്നു എന്നൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് പറയുന്നത്. ഇങ്ങനെ പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൗജന്യമാണ്. അപ്പൊ ആ സൗജന്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ നിന്നോട്ടെ, ആവശ്യമുള്ളവർ കയറിപ്പോയിക്കോട്ടെ, ഇല്ലാത്തവർ പണം കൊടുത്ത് കയറിപ്പോയിക്കോട്ടെ. സ്വകാര്യ ബസ്സുകളും ഉണ്ട്, അവർക്കും ജീവിക്കണം. അത് താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം, ആവശ്യമുള്ളവർ എടുത്തോട്ടെ. സാധാരണ നിത്യച്ചെലവിന് വേണ്ടിയിട്ട് ദിവസവും പണിക്ക് പോകുന്ന ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇപ്പൊ എൻ്റെ ജില്ലയിലെ, എൻ്റെ സ്ഥലത്ത് പെരിന്തൽമണ്ണയിലെ ഒരു അവസ്ഥ നോക്കുകയാണ് എങ്കിൽ വലിയ ഒരു സഹായം തന്നെയാണ്. കാരണം ദീർഘദൂര ബസ്സുകളുണ്ട്, സൂപ്പർ ഫാസ്റ്റുകൾ, ടൗൺ ടു ടൗൺ ബസ്സുകൾ യാത്ര ചെയ്യാൻ കഴിയും. പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നും പാലക്കാട്ടേക്കും തൃശ്ശൂരിലേക്കും കോഴിക്കോട്ടേക്കും വയനാട്ടിലേക്കും നിലമ്പൂരിലേക്കും യാത്ര ചെയ്യാം. ഇത് കൂടാതെ ഊട്ടി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഗൂഡല്ലൂർ വരെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. ഇതെല്ലാം സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇങ്ങോട്ടെല്ലാം ഇവിടെ ഓർഡിനറി ബസ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കുറവ് ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്ന മലപ്പുറം ജില്ലയിലെ ഒരു ഡിപ്പോയിലെ കാര്യമാണിത്. അപ്പോൾ നടത്തുന്ന 600-ലധികം ബസ്സുകൾ സർവീസ് നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലേക്ക് അത് വളരെയധികം സഹായകരമാണ് സ്ത്രീകൾക്ക് എന്നുള്ളതാണ്. 100 ദിവസത്തിന് ശേഷം ഇത് വിപുലപ്പെടുത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ആദ്യ വാഗ്ദാനം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബജറ്റാണ്. 19-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീകൾക്കായിട്ട്, പെൺകുട്ടികൾക്ക് 1000 രൂപ എല്ലാ മാസവും ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് 1000 രൂപ എല്ലാ മാസവും പഠന ചെലവിലേക്കായിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കൂടാതെ 5 ലക്ഷം രൂപ പലിശരഹിത ഈടുരഹിത വായ്പ യുവാക്കൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ സർക്കാർ ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് നിർത്തിപ്പോയ പദ്ധതിയാണ്. മാർച്ച് മാസത്തിൽ മാത്രമാണ്, ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രമാണ് കഴിഞ്ഞ സർക്കാർ അത് തുടങ്ങിയിട്ട് നൽകിയത്. ഏപ്രിൽ മാസത്തിൽ അത് നൽകിയില്ല. 5000 കോടിയിലധികം ഖജനാവിൽ ഉണ്ടായിട്ട് പോലും 300 കോടി രൂപ മാത്രം മതിയായിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പിണറായി സർക്കാർ നൽകാതെയാണ് ഇറങ്ങിപ്പോയത്. ആ ഒരു പദ്ധതി വീണ്ടും തുടങ്ങുമോ എന്നുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ സൈറ്റ് ആക്റ്റീവാണ്, അതുകൊണ്ട് വീണ്ടും തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷനാണ്, വിധവാ പെൻഷൻ, അവായ്ത പെൻഷൻ വാങ്ങുന്നവർ, അതുപോലെ തന്നെ മറ്റ് പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ, ഇവർക്കെല്ലാം സഹായകരമാണ്. ഇപ്പൊ നിലവിൽ 2000 രൂപ പെൻഷനാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അത് 200 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് 2200-ലേക്ക് എത്തുമെന്നാണ് നമ്മൾ ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. ബജറ്റിന്റെ നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ആദ്യ പദ്ധതി, ആദ്യ ഗ്യാരണ്ടി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരെ.